أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സനാബിൽ ഗ്രൂപ്പിലെ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും ജീവിതത്തിൻ്റെ മാർഗരേഖയായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ, ആ സൂറത്ത് യാസീനിലെ 10 ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ശേഷമുള്ള ആയത്തുകളാണ് ഇന്ന് നാം പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കയിലെ ഖുറൈശികളാകുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് അംഗീകരിച്ചില്ല. അത് അള്ളാഹുവിൻ്റെ റസൂലിന് വല്ലാത്ത പ്രയാസമായി. കാരണം പ്രവാചകനാകുന്നത് വരെയും അള്ളാഹുവിൻ്റെ റസൂലിനെ എല്ലാ നിലക്കും അംഗീകരിക്കുകയും അനുസരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്ന ജനത അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അള്ളാഹുവിനെ ഭയപ്പെടണമെന്നും ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും നിങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധ്യ വസ്തുക്കളെയൊക്കെ ഒഴിവാക്കണമെന്നും പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട പ്രവാചകനെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്തു. നബിയുടെ മനസ്സിൽ വല്ലാത്ത നൊമ്പരമുണ്ടായി. സ്വന്തം കുടുംബമാണ്, കൂട്ടുകാരാണ്, നാട്ടുകാരാണ്, എന്നിട്ട് പോലും അവരനുസരിക്കുന്നില്ലല്ലോ എന്ന വല്ലാത്ത ഒരു പ്രയാസമുണ്ടായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്, നബിയെ അഅൻദർതഹും വസവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. നബിയെ അങ്ങ് താക്കീത് ചെയ്തിട്ടോ അല്ലെങ്കിൽ താക്കീത് ചെയ്യാതിരുന്നു എന്നതുകൊണ്ടോ അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം അള്ളാഹുവിൻ്റെ ഹഖൽ ഖൗലു ലഖദ് ഹഖൽ ഖൗലു അല അക്സരിഹിം, അവരിൽ അധികരിച്ച ആളുകളുടെ മേലിലും റഹ്മാനായ റബ്ബിൻ്റെ ആ വാചകം അത് സ്ഥിരപ്പെട്ടു പോയതാണ്. അവരുടെ മനസ്സ് കടുകട്ടിയായി പോയിട്ടുണ്ട്. അവരുടെ മനസ്സിലേക്ക് ഇനി തൗഹീദിന്റെ പ്രകാശം അവരുടെ മനസ്സിലേക്ക് കടന്നു കയറാൻ സാധ്യതയില്ല. അതുകൊണ്ട് നബിയെ അവരെക്കുറിച്ച് അങ്ങ് പ്രയാസപ്പെടേണ്ടതില്ല. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അത് റഹ്മാനായ റബ്ബ് തീരുമാനിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ ആർക്കാണ് താക്കീത് കൊണ്ട് ഉപകാരമുണ്ടാവുക? ആരോടാണ് അങ്ങ് താക്കീത് നടത്തേണ്ടത്? അങ്ങയുടെ താക്കീത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകൾക്കുണ്ടാകുന്ന ഗുണവിശേഷണങ്ങൾ എന്നൊക്കെയാണ് 11 മുതലുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ആർക്കാണ് പരിശുദ്ധ ഖുർആൻ ഉപകരിക്കുക? ആരോടാണ് ദഅവത്ത് നടത്തേണ്ടത്? ആർക്കാണ് ആ ദഅവത്ത് കൊണ്ട് പ്രയോജനം ഉണ്ടാവുക? അല്ലാഹു പറയുന്നു, ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ الذിക്ര വഖശിയ الرحمن بالغيب فبشره بمغفرة وأجر كريم. إنما تنذر, നബിയെ തീർച്ചയായും നീ താക്കീത് ചെയ്യേണ്ടത് മനിത്തബഅ, മൻ ഒരാളെയാണ്, ഒരു വിഭാഗത്തെയാണ്, ഇത്തബഅ പിന്തുടർന്നവരെയാണ്. ഇന്നമാ തുൻദിറു മനിത്തബഅ, നീ താക്കീത് ചെയ്യേണ്ടത് പിന്തുടർന്നവരെ മാത്രമാണ്. ആരെ പിന്തുടർന്നവരെ? എന്തിനെ പിന്തുടർന്നവരെ? അദ്ദിക്റ, പ്രമാണത്തെ, ഉപദേശത്തെ, പരിശുദ്ധമായ ഖുർആനിന്റെ പ്രമാണത്തെ പിന്തുടർന്നവരെ മാത്രമാണ് നീ താക്കീത് ചെയ്യേണ്ടത്. ഇന്നമാ തുൻദിറു മനിത്തബഅ الذിക്റ, നീ താക്കീത് ചെയ്യേണ്ടത് പ്രമാണത്തെ പിന്തുടർന്നവരെ മാത്രമാണ്. വഖശിയ الرحمن, പരമകാരുണീകനായ റബ്ബിനെ ഭയപ്പെടുകയും ചെയ്തവരെയാണ് താക്കീത് ചെയ്യേണ്ടത്. എങ്ങനെയാണ് പരമകാരുണീകനായ റഹ്മാനായ റബ്ബിനെ ഭയപ്പെടുന്നത്? ബിൽ ഗൈബി, കാണാതെ, അദൃശ്യമായ രൂപത്തിൽ. അള്ളാഹുവിനെ കണ്ടിട്ടില്ല ആരും, അള്ളാഹിനെ കണ്ടിട്ടില്ല.
അള്ളാഹുവിനെ മനസ്സിലാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന അടിസ്ഥാനത്തിലാണ്. ഈ രീതിയിൽ വഖശിയ റഹ്മാന, പരമകാരുണീകനെ ഭയപ്പെടുകയും ചെയ്തവരെയാണ് താക്കീത് ചെയ്യേണ്ടത്. ബിൽ ഗൈബ്, ഗൈബ് അദൃശ്യം, അദൃശ്യമായ രൂപത്തിൽ. ഫബശ്ശിർഹും, എന്നാൽ അവന് സന്തോഷവാർത്ത അറിയിക്കുക. ബഷീർ സന്തോഷവാർത്ത അറിയിക്കുക. ബിമഗ്ഫിറത്തിൻ, മഗ്ഫിറത്ത് പാപമോചനം, ബിമഗ്ഫിറത്തിൻ പാപമോചനം കൊണ്ട്. വ അജ്ർ, അജ്ർ പ്രതിഫലം, കൂലി, കരീം മാന്യമായ, വ അജ്രിൻ കരീം മാന്യമായ പ്രതിഫലം കൊണ്ടും. ഫബശ്ശിറുഹു ബിമഗ്ഫിറത്തിൻ വ അജ്രിൻ കരീം, മാന്യമായ പ്രതിഫലം കൊണ്ടും പാപമോചനം കൊണ്ടും അവന് സന്തോഷവാർത്ത അറിയിക്കുക. ഇന്നമാ തുൻസിറു മനിത്തബഅ الذിക്റ വഖശിയ الرحمن بالغيب فبشره بمغفرة وأجر كريم. പ്രബോധത്തെ പിന്തുടരുകയും അഥവാ പ്രമാണത്തെ പിന്തുടരുകയും അദൃശ്യ നിലയിൽ, കാണാത്ത നിലയിൽ പരമകാരുണീകനായ അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നതാരോ അവനെ മാത്രമേ നീ താക്കീത് ചെയ്യേണ്ടതുള്ളൂ. എന്നാൽ അവന് പാപമോചനത്തെയും മാന്യമായ പ്രതിഫലത്തെയും കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചുകൊള്ളുക എന്നാണ് ആയത്തിന്റെ സാരം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാതെ റഹ്മാനായ റബ്ബ് ഉണ്ട് എന്ന കൃത്യമായ വിശ്വാസം, എന്നെ കാണുന്ന, എന്നെ നിയന്ത്രിക്കുന്ന, എനിക്കെല്ലാം ചെയ്തു തരുന്ന, എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്ന, എനിക്ക് ഉത്തരം നൽകുന്ന റഹ്മാനായ റബ്ബുണ്ട്. പക്ഷെ ആ റബ്ബിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല. എന്നിട്ടും കാണാതെയും ഗൈബ ഉണ്ട്, കാണാതെ റഹ്മാനായ റബ്ബിനെ കൃത്യമായി വിശ്വസിക്കുകയും ഭയപ്പെടുകയും അതേ പ്രകാരം കൃത്യമായ പ്രമാണങ്ങളെ പിന്തുടർന്നുകൊണ്ട് ഏതൊരു വിഷയത്തിലും, കർമ്മ അനുഷ്ഠാന മുഴുവൻ വിഷയങ്ങളിലും പ്രമാണം പരിശോധിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ മനിത്തബഅ الذിക്റ, ആ പ്രബോധത്തെ, പ്രമാണത്തെ പിന്തുടരുകയും ചെയ്ത ആളുകൾ, അങ്ങനെയാണ് വേണ്ടത്. ഏതൊരു വിഷയത്തിലും പ്രമാണമുണ്ടോ എന്ന് പരിശോധിക്കണം. അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ സമീഅന, ഞങ്ങളത് കേട്ടു, അത് അനുസരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഇനി പ്രമാണമില്ല, വെറും തൊള്ളവർത്താനം മാത്രമാണ് ഓരോ വിഷയങ്ങൾക്കും പറയുന്നതെങ്കിൽ അതിനെ സ്വീകരിക്കേണ്ടതില്ല. എന്നാൽ പ്രബോധനത്തെ, പ്രമാണത്തെ കൃത്യമായി പിന്തുടരുകയും അദൃശ്യമായ നിലക്ക് റഹ്മാനായ റബ്ബിനെ ഭയപ്പെടുകയും ചെയ്യുന്നവരാരോ അവരെ മാത്രമേ താക്കീത് ചെയ്യേണ്ടതുള്ളൂ. അഥവാ പ്രമാണങ്ങളെയും സതുപദേശങ്ങളെയും ചെവികൊള്ളാത്ത ഞങ്ങളുടെ കാക്കക്കാരണവന്മാര് ചെയ്തതാണ്, നാട്ടു നടപ്പ് അങ്ങനെയാണ്, അവിടെ അങ്ങനെയാണ്, അവരിങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇന്ന ഇമാം അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, മറ്റാൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് മാത്രം നോക്കി പ്രമാണങ്ങളെ ചെവികൊള്ളാത്ത ആളുകൾക്ക് ഒരിക്കലും താക്കീത് ചെയ്തിട്ട് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല. എന്നാൽ റഹ്മാനായ റബ്ബിനെ കൃത്യമായി ഭയപ്പെടുകയും പ്രമാണങ്ങളെ പിന്തുടരുകയും, അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ അത് അംഗീകരിക്കും, അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ഞാനത് സ്വീകരിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് തീരുമാനിക്കുകയും ചെയ്ത ആളുകൾക്ക് ഫബശ്ശിറുഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം, അല്ലാത്തൊരു സന്തോഷവാർത്തയാണ്. റഹ്മാനായ റബ്ബിനെ ഭയപ്പെടുന്ന ആളുകൾക്ക്, പ്രബോധനത്തെ, പ്രമാണത്തെ പിന്തുടരുന്ന ആളുകൾക്ക് സന്തോഷവാർത്തയുണ്ട്. എന്താണ് സന്തോഷവാർത്ത? ബിമഗ്ഫിറത്തിൻ, അവർക്ക് പാപമോചനമുണ്ട്. ജീവിതത്തിൽ ചെയ്തു പോയ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ, കണ്ടിട്ടുള്ള തെറ്റുകളെ, ചിന്തിച്ചിട്ടുള്ള തെറ്റുകളെ, സമ്പാദിച്ചിട്ടുള്ള തെറ്റുകളെ, ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളെയും അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. വഅജ്രിൻ കരീം, അവർക്ക് മാന്യമായ പ്രതിഫലമുണ്ട്, മാന്യമായ പ്രതിഫലം അവർക്കുണ്ട് എന്നും അവരെ സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പോൾ നമ്മൾ പ്രമാണത്തെ പിന്തുടരുന്നവരാകണം. അതേ പ്രകാരം അദൃശ്യപരമായി തന്നെ റഹ്മാനായ റബ്ബിനെ നമ്മൾ കാണുന്നില്ലെങ്കിലും നമ്മെ അല്ലാഹ് കാണുന്നുണ്ട് എന്ന ചിന്തയോടുകൂടെ എല്ലാ വിഷയത്തിലും ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയാണെങ്കിലും റഹ്മാനായ റബ്ബിനെ ഭയപ്പെടണം. അവർക്ക് മാത്രമേ ഈ ദഅവത്ത് ഉപകാരപ്പെടുകയുള്ളൂ, അല്ലാത്തവർക്ക് ഈ ദഅവത്ത് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്നാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നത്. തുടർന്ന് ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഇന്നാ, തീർച്ചയായും നാം, ഇന്ന തീർച്ചയായും, ഇന്നാ എന്ന് വന്നപ്പോ നാം എന്നർത്ഥം വന്നു. ഇന്നാ തീർച്ചയായും നാം, നഹ്നു,
നഹ്നു എന്ന് പറഞ്ഞാൽ നാം എന്നർത്ഥം. ഇന്നാ നഹ്നു തീർച്ചയായും നാം തന്നെ, നുഹ്യിൽ മൗത നുഹ്യി നാം ജീവിപ്പിക്കുന്നു, അൽ മൗത മരിപ്പിച്ചവരെ, മരണപ്പെട്ടവരെ. നുഹ്യിൽ മൗത നാം മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു, നാമാണ് മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത്. വനക്തുബു കതബ എഴുതി, യക്തുബു എഴുതും, നക്തുബു നാം എഴുതും, നാം രേഖപ്പെടുത്തും. വനക്തുബു നാം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു, മാ ഖദ്ദമു അവർ മുൻ ചെയ്തതിനെ, മാ ഒന്ന് ഖദ്ദമു അവർ മുൻകൂട്ടി ചെയ്തതിനെ, അവർ മുമ്പ് ചെയ്ത ഒന്നിനെ നാം രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുന്നു. വ ആസാറഹും അവരുടെ പ്രവർത്തന ഫലങ്ങളെയും, ആസാർ അവശിഷ്ടങ്ങൾ എന്നൊക്കെ അർത്ഥം പറയും, ആസാർ. പിന്നെ വ ആസാറഹും അവരുടെ അവശിഷ്ടങ്ങളെയും അവരുടെ പ്രവർത്തന ഫലങ്ങളെയും. വകുല്ല എല്ലാ ഷൈഅ് എല്ലാ കാര്യവും, ഷൈഅ് വസ്തു കാര്യം എന്നൊക്കെ പറയും, കുല്ല് മുഴുവൻ. വകുല്ല ഷൈഇൻ എല്ലാ കാര്യവും, അഹ്സൈനാ നാം ക്ലിപ്തമാക്കി വെച്ചിട്ടുണ്ട്. അഹ്സൈനാഹു അതിനെ, അഹ്സൈനാഹു നാം അതിനെ ക്ലിപ്തമാക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. ഫീ ഇമാമിൻ ഇമാം ഒരു കേന്ദ്ര ഗ്രന്ഥം എന്നൊക്കെ പറയും, എല്ലാം രേഖപ്പെടുത്തുന്ന ഒരു കേന്ദ്ര ഗ്രന്ഥം, മൂലരേഖ. ഫീ ഇമാമിൻ ഒരു മൂലരേഖയിൽ, ഒരു കേന്ദ്ര ഗ്രന്ഥത്തിൽ. എങ്ങനത്തെ മൂലഗ്രന്ഥമാണത്, എങ്ങനത്തെ ഇമാമാണത്? മുബീൻ വളരെ വ്യക്തമായ, ഫീ ഇമാമിൻ മുബീൻ ഏറ്റവും വ്യക്തമായ മൂലഗ്രന്ഥത്തിൽ നാം അതിനെ ക്ലിപ്തമാക്കി കണക്കാക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. നിശ്ചയമായും നാം മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു, നാമാണ് മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത്. അവർ മുൻ ചെയ്തു വെച്ചിട്ടുള്ളതും അവർ മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ളതും അവരുടെ പ്രവർത്തന ഫലങ്ങളും നാം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും ഒരു സ്പഷ്ടമായ, ഒരു വ്യക്തമായ മൂലരേഖയിൽ നാം സൂക്ഷിച്ചു വെക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് 12ാമത്തെ ആയത്തിന്റെ സാരം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വല്ലാത്ത ഒരു വാക്കാണ്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ ആയുസ്സിനിടയിൽ നാം ചെയ്യുന്ന ഏത് ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. എല്ലാ കർമ്മങ്ങളും, അത് നല്ലതാകട്ടെ ചീത്തയാകട്ടെ, എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും നാം ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങളും, ചെറുതായാലും വലുതായാലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ആ രേഖപ്പെടുത്തി വെക്കപ്പെട്ട നമ്മുടെ കർമ്മരേഖ നാളെ പരലോകത്ത് നമുക്ക് നൽകുകയും ചെയ്യും. അതോടുകൂടെ അല്ലാഹു പറയുന്നത് മാ ഖദ്ദമൂ കർമ്മഫലങ്ങളുടെ ഫലമായി അവശേഷിക്കുന്ന എല്ലാ നന്മകളും. ആസാറ് എന്ന് പറഞ്ഞാൽ മരണപ്പെടുന്നതിന്റെ മുമ്പ് ചെയ്തു വെച്ച പ്രവൃത്തികൾ മാത്രമല്ല, പ്രവർത്തിച്ച കാര്യങ്ങളും മരണപ്പെടുന്നതിന്റെ മുമ്പ് മരണശേഷം അവന് പുണ്യം ലഭിക്കുവാൻ കാരണമാകുന്ന ധാരാളം പ്രവർത്തനങ്ങൾ ഉണ്ടാകും. മരിക്കുന്നത് വരെ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി മരണത്തിന് ശേഷം നമുക്ക് നമ്മുടെ ഖബറിലേക്ക്, ബർസഖിയായ ലോകത്തേക്ക് കിട്ടുന്ന ധാരാളം നന്മകൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടാകും. ഒരാൾ പള്ളിയെടുത്തു, ജാരിയായ സ്വതക്കകൾ, നല്ല മക്കള്, ഇത്തരം നല്ല കാര്യങ്ങളൊക്കെ അല്ലേ മരണശേഷം ലഭിക്കുന്ന പുണ്യം ലഭിക്കുവാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതേ പ്രകാരം ദോഷമാകാൻ സാധ്യതയുള്ള കാരണങ്ങൾ, മരണത്തിന് ശേഷം ദോഷകരമായ ബാധിക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവസാനം അല്ലാഹു പറയുന്നത്, അത് മാത്രമല്ല വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഇതിന് പുറമെ ഓരോരുത്തരും ചെയ്യുന്ന ഓരോരുത്തരുടെയും കർമ്മരേഖകൾ രേഖപ്പെടുത്തി വെച്ചതോടുകൂടെ ഉത്ഭവം മുതൽ അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരുടെയും മുഴുവൻ സൃഷ്ടികളുടെയും എല്ലാ കാര്യങ്ങളും വകുല്ല ശൈഇ എന്നാണ് അല്ലാഹു പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും
എന്ത് ചെയ്യും, എന്ത് നടക്കും, എന്തെല്ലാം പറയും, എല്ലാ കാര്യങ്ങളും ലോകത്ത് നടക്കുന്ന സർവമാന കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു മൂലരേഖ റഹ്മാനായ റബ്ബിന്റെ പക്കലുണ്ട് എന്ന് അല്ലാഹു പറയുന്നു. അതിനാണ് സ്വഹീഫത്തുൽ അഅ്മാൽ എന്നൊക്കെ പറയും. മനസ്സിലായില്ലേ? സ്വഹീഫത്ത് അല്ല, ഇമാമും മുബീൻ എന്ന് പറയും. ഇമാമും മുബീൻ എന്നാണ് അതിനെ പറഞ്ഞിട്ടുള്ളത്. അഥവാ അത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖമറിൽ പറഞ്ഞിട്ടുണ്ട്. വിവിധങ്ങളായ സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. എല്ലാ കാര്യങ്ങളും ഒരു സ്പഷ്ടമായ മൂലരേഖയിൽ, ഇമാമും മുബീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മൂലരേഖ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ നാം ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളുടെയും, നന്മയാകട്ടെ തിന്മയാകട്ടെ, അത് രേഖയാണ്. നമ്മുടെ ജീവിതത്തിന് മരണത്തിന് ശേഷം വല്ല നന്മകളും ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഖബറിലേക്ക് കിട്ടുന്ന വല്ല നന്മകളും ആധാറുകളും ഇവിടെ നമ്മൾ ബാക്കി വെച്ചുകൊണ്ടാണ് പോയതെങ്കിൽ അതും അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതേ പ്രകാരം നമ്മുടെ മരണശേഷം ജനങ്ങൾക്കോ അതല്ലെങ്കിൽ വല്ല മറ്റുള്ള ഏതെങ്കിലും ദോഷകരമായ വല്ല ആധാറുകളും അവശിഷ്ടങ്ങളും ബാക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ അതും ഇവിടെ രേഖയാണ്. സ്വഹീഫത്തുൽ അഅ്മാൽ, കർമ്മങ്ങളുടെ ഏട് എന്നതിനെക്കുറിച്ച് പറയുന്നു. എന്നാൽ അതോടുകൂടെ മനുഷ്യകർമ്മങ്ങൾ അടക്കമുള്ള സർവ്വകാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ട ഒരു മൂലരേഖ റഹ്മാനായ റബ്ബിന്റെ പക്കലുണ്ട്. അതിന് ഇമാമും മുബീൻ എന്ന് പറയുന്നു. സൂറത്തുൽ ഖമറിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വകുല്ല ശൈഇൻ ഫഅലൂഹു ഫിസ്സുബുരി വകുല്ലു സഗീരിൻ വകബീരിൻ മുസ്തതർ. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഏടുകളിലുണ്ട്. എല്ലാ ചെറിയ കാര്യവും എല്ലാ വലിയ കാര്യവും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ആ ഗ്രന്ഥം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖമറിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ ഒരു നല്ല കാര്യം ചെയ്താൽ അതിന്റെ പ്രതിഫലം തീർച്ചയായും അവർക്ക് ലഭ്യമാവുക തന്നെ ചെയ്യും. നാം ഒരു കാര്യം ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളും ഒരു കാര്യം ഒരാളെ ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഉപദേശം അവൻ സ്വീകരിച്ചാൽ ആ സ്വീകരിച്ച ആൾക്ക് എത്രയാണോ പ്രതിഫലം കിട്ടുന്നത്, ആ പ്രതിഫലം തന്നെ അത് പറഞ്ഞു കൊടുത്ത ആൾക്കും കിട്ടുമെന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്. ചെയ്ത ആളുകൾക്ക് വല്ല പ്രതിഫലം കുറയും? ഒട്ടും അവർക്ക് കുറവ് വരില്ല. അതേപോലെ തന്നെയാണ് ഒരു തിന്മ ഒരാളെ നാം പഠിപ്പിച്ചു, അതല്ലെങ്കിൽ നമ്മുടെ പ്രചോദനമായി, നമ്മുടെ വാക്ക് കാരണമായി ഒരാൾ ഒരു ബിദ്അത്ത്, ഒരു ഹറാമിലേക്ക് ഒരാൾ വന്നാൽ അവന് കിട്ടുന്ന അതേ തെറ്റ് തന്നെ അത് പറഞ്ഞു കൊടുത്ത്, അതിന് പ്രചോദനം കൊടുത്ത, അത് പഠിപ്പിച്ചു കൊടുത്ത്, അതിനെ ന്യായീകരിച്ച് അതിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച ആളുകൾക്ക് ഈ ആൾ ചെയ്യുന്ന അതേ തിന്മയുടെ അതിന്റെ ശിക്ഷയും ഇവന് കിട്ടും. മറ്റവന്റെ ശിക്ഷ ഒരിക്കലും കുറയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നാളെ നമ്മുടെ കർമ്മരേഖ നമ്മുടെ വലത് കൈയിൽ സന്തോഷത്തോടുകൂടെ വാങ്ങുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്തൊരു കിതാബാ റബ്ബേ, ഇതെന്തൊരു കിതാബാണ്. ഞാൻ ചെയ്ത എല്ലാ നന്മയും എല്ലാ തിന്മയും ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്ത വല്ലാത്തൊരു ഗ്രന്ഥമാണല്ലോ ഇത് എന്ന് പറഞ്ഞ് വിറളി പൂണ്ട് നിൽക്കുന്ന ആ ഒരു വല്ലാത്ത ആ ഒരു ദയനീയമായ അവസ്ഥ നാളെ പരലോകത്ത് നമുക്ക് ആർക്കും വരാതിരിക്കട്ടെ. നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഈ കർമ്മരേഖ നല്ല കനം തൂങ്ങുന്നവരായ നിലക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്തുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഫായിസീന ബിറിളല്ലാഹ്. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ, സന്ദർഭങ്ങളെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും അവൻ്റെ സ്വർഗത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് എവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 36 അധ്യായമായ സൂറത്ത് യാസീനാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 12 ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു. പ്രവാചകന്മാർ സത്യസന്ദേശവുമായി വന്നപ്പോൾ, തൗഹീദ് പഠിപ്പിക്കാൻ വന്നപ്പോൾ, എക്കാലത്തുമുള്ള ആളുകൾ ആ പ്രവാചകന്മാരെ കളവാക്കുകയും അവരെ പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു രാജ്യക്കാരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ പരിചയപ്പെടുത്തുന്നത്. തൗഹീദിൽ വിശ്വസിക്കാത്തവരും തൗഹീദിലേക്ക് ക്ഷണിക്കുവാൻ നിയോഗിക്കപ്പെട്ട ധിക്കരിച്ചവരുമായ ഒരു രാജ്യക്കാരുടെ കഥ. അസ്ഹാബുൽ ഖറിയ എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഒരു ഗ്രാമവാസികൾ, ഒരു ഗ്രാമത്തിൻ്റെ ആളുകൾ. പക്ഷേ ഈ ഗ്രാമം ഏതാണ്? ഈ ഗ്രാമത്തിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാർ ആരായിരുന്നു എന്നൊന്നും അല്ലാഹുവോ മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ
വ്യക്തമായി ആ പേരും ഊരും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്നാൽ ആ അസ്ഹാബുൽ ഖറിയ ചില ആളുകളാണ്, അന്താക്കിയ നിവാസികളാണ്. ഈസാ നബി അലൈഹിസ്സലാം മതപ്രബോധനാർത്ഥം അവരിലേക്ക് അയച്ച ദൂതന്മാരെ കുറിച്ചാണ്. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ അസ്ഹാബുൽ ഖറിയ ആരാണെന്നോ അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാർ ആരാണെന്നോ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ നമുക്ക് തെളിവുകളില്ല. അനുമാനങ്ങളും അഭിപ്രായങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കുന്ന അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഏതായിരുന്നാലും ഈ അസ്ഹാബുൽ ഖറിയയെ കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത്. വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയതി ഇദ് ജാഅഹൽ മുർസലൂൻ. വദ്രിബ് വിവരിച്ചു കൊടുക്കുക, ലഹും അവർക്ക്, മസലൻ ഒരു ഉദാഹരണം, വദ്രിബ് ലഹും മസലൻ അവർക്ക് ഒരു ഉപമ, ഒരു ഉദാഹരണം വിവരിച്ചു കൊടുക്കുക. അസ്ഹാബൽ ഖറിയ ആ രാജ്യക്കാരെ കുറിച്ച്. ഇദ് ജാഅഹ അവിടെ ചെന്നപ്പോൾ, അൽ മുർസലൂൻ പ്രവാചകന്മാർ. വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയതി ഇദ് ജാഅഹൽ മുർസലൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂല് അവർക്ക് തൗഹീദ് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ സമൂഹം ആക്ഷേപിച്ചു, ധിക്കരിച്ചു, പട്ടിണിക്കിട്ടു, പ്രയാസപ്പെടുത്തി. അവരത് അംഗീകരിച്ചില്ല. ആ അംഗീകരിക്കാത്ത മക്കയിലെ മുശ്രിക്കുകളോട് ഇതേപോലെ പല സമൂഹവും അവരുടെ പ്രവാചകന്മാരോട് ചെയ്തിട്ടുള്ള ധിക്കാരത്തെക്കുറിച്ചും അവരോട് ചെയ്ത അക്രമങ്ങളെക്കുറിച്ചും വിവരിച്ചു കൊടുക്കണം. അത്തരത്തിൽ ഒരു സമൂഹമാണ് അസ്ഹാബുൽ ഖറിയ. ആ രാജ്യക്കാരെ ഒരു ഉപമയായി അവർക്ക് വിവരിച്ചു കൊടുക്കണം. അവിടെ പ്രവാചകന്മാർ ദൂതന്മാരായി അയക്കപ്പെട്ടപ്പോ ഇദ് അർസൽനാ ഇലൈഹിം ഇസ്നൈനി ഫകദ്ദബൂഹുമാ ഫഅസ്സസ്നാ ബിസാലിസിൻ ഫഖാലൂ ഇന്നാ ഇലൈക്കും മുർസലൂൻ. ഇദ് അർസൽനാ, അർസല അയച്ചു, അർസൽനാ നാം അയച്ചു, ഇത് അർസൽന നാം അയച്ച സന്ദർഭം, ഇലൈഹിം ഇലൈഹിം ഇലാലേക്ക് ഹിം അവർ, ഇലൈഹിം അവരിലേക്ക് നാം അയച്ച സന്ദർഭം, ഇസ്നൈനി രണ്ടാളുകളെ, രണ്ട് പ്രവാചകന്മാരെ ആ അസ്ഹാബുൽ ഖറിയയിലേക്ക് നാം പറഞ്ഞയച്ചു. അപ്പോൾ ഫകദ്ദബൂഹുമാ ആ രണ്ടുപേരെയും ആ അസ്ഹാബുൽ ഖറിയയുടെ ആളുകൾ വ്യാജമാക്കി, കളവാക്കി, നിങ്ങൾ ശരിയല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഫഅസ്സസ്നാ നാം ശക്തിപ്പെടുത്തി, ബിസാലിസിം ഒരു മൂന്നാമനെ കൊണ്ട്. രണ്ടാളുകളെ അയച്ചു, രണ്ടാളുകളെയും ആ ആളുകൾ, ആ രാജ്യക്കാർ കളവാക്കിയപ്പോ ഫഅസ്സസ്നാ ബിസാലിസിൻ മൂന്നാമനെ കൊണ്ട് നാം അവരെ ശക്തിപ്പെടുത്തി. ഫഖാലൂ എന്നിട്ടവർ പറഞ്ഞു, ആ പ്രവാചകന്മാർ ആ ജനതയോട് പറഞ്ഞു, ഇന്നാ ഇലൈക്കും തീർച്ചയായും ഞങ്ങൾ നിങ്ങളിലേക്ക്, ഇന്നാ തീർച്ചയായും ഞങ്ങൾ, ഇലൈക്കും നിങ്ങളിലേക്ക്, മുർസലൂൻ അയക്കപ്പെട്ട ദൂതന്മാരാണ് എന്ന് ആ പ്രവാചകന്മാർ ആ സമൂഹത്തോട് പറഞ്ഞു. ആ സമയം ഖാലൂ മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ വമാ അൻസലർ റഹ്മാനു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ. ഖാലൂ അവർ പറഞ്ഞു ആ സമൂഹം, ആ അസ്ഹാബുൽ ഖറിയ, ആ രാജ്യക്കാരാകുന്ന ആളുകൾ പറഞ്ഞു, മാ അൻതും മാ അല്ല, അൻതും നിങ്ങൾ, മാ അൻതും നിങ്ങളല്ല, ഇല്ലാ ബശറുൻ മനുഷ്യരല്ലാതെ മറ്റാരുമല്ല, മിസ്ലുന മിസ്ല് പോലെ, മിസ്ലുന ഞങ്ങളെപ്പോലെ, ഇല്ലാ ബശറും മിസ്ലുന ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരല്ലാതെ മറ്റാരുമല്ല നിങ്ങൾ. വമാ അൻസല ഇറക്കിയിട്ടുമില്ല, മാ ഇല്ല അൻസല ഇറക്കി, മാ അൻസല ഇറക്കിയിട്ടില്ല, അർ റഹ്മാനു
പരമകാരുണികൻ ഇറക്കിയിട്ടുമില്ല മിൻ ഷൈഇൻ ഒന്നും, യാതൊന്നും പരമകാരുണികനായ അള്ളാഹു ഇറക്കി തന്നിട്ടുമില്ല. ഇൻ അൻതും നിങ്ങളല്ല ഇല്ലാ തക്ദിബൂന കളവ് പറയുകയല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങൾ കളവ് പറയുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു പ്രവാചകന്മാരായി നിങ്ങളെ നിയമിക്കുകയോ അല്ലാഹു തആല എന്തെങ്കിലും ഒന്ന് വേദഗ്രന്ഥമായോ മറ്റോ അല്ലാഹു തആല അവതരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള വെറും മനുഷ്യൻ മാത്രമാണ് എന്ന് പറഞ്ഞ് ആ പ്രവാചകന്മാരെ ആദ്യം രണ്ടാളുകളെ കളവാക്കി. രണ്ടാമത് വന്നപ്പോ മൂന്നാമതൊരാളെയും കൂടെ അല്ലാഹു തആല അയച്ചു. അപ്പോഴും ആ പ്രവാചകന്മാരെ മുഴുവനും ആ രാജ്യക്കാരാകുന്ന ആളുകൾ കളവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഖാലൂ മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ വമാ അൻസലർ റഹ്മാൻ وما أنزل الرحمن من شيء إن أنتم إلا تكذبون. ആ അസ്ഹാബുൽ ഖറിയ എന്ന് പറയുന്ന നാട്ടുകാർ, ആ രാജ്യക്കാർ, അവര് പറഞ്ഞു ആരോട്? പ്രവാചകന്മാരോട്, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരല്ലാതെ മറ്റാരുമല്ല. പരമകാരുണികനായ അല്ലാഹു യാതൊന്നും തന്നെ ഇറക്കിയിട്ടില്ല. നിങ്ങൾ വ്യാജം പറയുകയല്ലാതെ ചെയ്യുന്നുമില്ല, നിങ്ങൾ കളവാണ് പറയുന്നത്. قالوا ربنا يعلم إنا إليكم لمرسلون. അത് കേട്ടപ്പോൾ ആ പ്രവാചകന്മാര് ആ സമൂഹത്തോട് പറഞ്ഞു. ഖാലു, അവര് പറഞ്ഞു. മുകളിലുള്ള ഖാലു രാജ്യക്കാർ പറഞ്ഞു. 16-ാമത്തെ ആയത്തിലെ ഖാലു പ്രവാചകന്മാർ പറഞ്ഞു. ഖാലു പ്രവാചകന്മാർ പറഞ്ഞു, റബ്ബുനാ യഅലമു, റബ്ബുന ഞങ്ങളുടെ രക്ഷിതാവ്, യഅലമു അറിയും, ഞങ്ങളുടെ രക്ഷിതാവിനറിയാം, ഇന്നാ ഇലൈക്കും ലമുർസലൂൻ, ഇന്നാ തീർച്ചയായും ഞങ്ങൾ ഇലൈക്കും നിങ്ങളിലേക്ക് ലമുർസലൂൻ അയക്കപ്പെട്ടവർ തന്നെയാണെന്ന്. ഖാലൂ റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ. ആ പ്രവാചകന്മാർ ആ ജനതയോട് പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവിനറിയാം, നിശ്ചയമായും ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ടവർ തന്നെയാണെന്ന് ഞങ്ങളുടെ രക്ഷിതാവിനറിയാം. നിങ്ങൾ അങ്ങനെ കളവ് പറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല, ഞങ്ങളുടെ രക്ഷിതാവാണ് ഞങ്ങളെ അയച്ചിട്ടുള്ളത്. ഞങ്ങളുടെ രക്ഷിതാവായ റഹ്മാനായ റബ്ബിനറിയാം ഞങ്ങൾ പ്രവാചകന്മാരാണ് എന്നത്. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. വമാ അലൈനാ ഞങ്ങളുടെ മേൽ ബാധ്യതയില്ല, ഇല്ലൽ ബലാഗ്, ബലാഗ് പ്രബോധനം, സന്ദേശം എത്തിക്കുക, അതിനാ ബലാഗ് തബ്ലീഗ്, എത്തിച്ചു കൊടുക്കുക. വമാ അലൈന ഞങ്ങളുടെ മേൽ ബാധ്യതയില്ല, ഇല്ലൽ ബലാഗ് പ്രബോധനം എത്തിക്കലല്ലാതെ, അൽ മുബീൻ സ്പഷ്ടമായ വ്യക്തമായ ഈ പ്രബോധനം നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ബാധ്യത. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ സ്പഷ്ടവും വ്യക്തവുമായ ഈ സന്ദേശം എത്തിക്കലല്ലാതെ ഞങ്ങളുടെ മേൽ യാതൊരു ബാധ്യതയുമില്ല എന്നും ആ പ്രവാചകന്മാർ ആ സമൂഹത്തോട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ടും സ്വീകരിക്കാത്ത ജനതയ്ക്ക് ഒരു പാഠമായിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധങ്ങളായ ഉദാഹരണങ്ങൾ, വിവിധങ്ങളായ നാട്ടുകാരുടെ പ്രവർത്തനങ്ങൾ, പ്രബോധിതരുടെ സ്വഭാവങ്ങൾ, സ്വഭാവദൂഷ്യങ്ങളൊക്കെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ വിവിധ ഇടങ്ങളിൽ വിവരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ സ്വീകരിച്ചില്ല, ആ പ്രബോധനം അംഗീകരിച്ചില്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടായി, നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കുകയാണ്, നബിയെ അങ്ങേ സ്വീകരിക്കാത്ത, അങ്ങേ അംഗീകരിക്കാത്ത ആ മക്കയിലെ മുശ്രിക്കുകളോട് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ധിക്കാരികളും പോക്കിരികളും സ്വീകരിക്കാത്ത പരിഹസിക്കുന്നവരുമായ സമൂഹം നിങ്ങളുടെ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു രാജ്യക്കാരെ ഉദാഹരണമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് അസ്ഹാബുൽ ഖറിയ എന്ന് പറയുന്ന രാജ്യമാണ്. ആ നാട്ടുകാരുടെ ഇടയിലേക്ക് പ്രവാചകന്മാർ വന്നു. ഒന്നല്ല, രണ്ടല്ല, 3 പ്രവാചകന്മാർ. 3 പ്രവാചകന്മാർ ആ രാജ്യത്തിലേക്ക് ചെന്നപ്പോഴും അവർ വന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ പ്രവാചകന്മാരാണ്, അള്ളാഹുവിലേക്ക് നിങ്ങളെ അടുപ്പിക്കുവാനും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുവാനും ഇന്നതാണ് ചെയ്യേണ്ടത്, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സുഖലോക സ്വർഗത്തിലെത്താൻ കഴിയൂ, ഇന്നത് ചെയ്താൽ
ഒരിക്കലും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എത്താൻ കഴിയില്ല, നരകത്തിലേക്കാണ് എത്തിപ്പെടേണ്ടി വരിക. ഇങ്ങനെ സത്യസന്ദേശം, ഏതാണ് ധർമ്മം, ഏതാണ് അധർമ്മം, ഏതാണ് ഹക്ക്, ഏതാണ് ബാത്തിൽ, ഏതാണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യാൻ പാടില്ലാത്തത്, ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന ശക്തമായ തൗഹീദ് പറയാൻ പ്രവാചകന്മാർ 3 ചെന്നപ്പോഴും ആ പ്രവാചകന്മാരോട് ധിക്കാരപൂർവം ആ അസ്ഹാബുൽ ഖറിയ എന്ന് പറയുന്ന രാജ്യക്കാർ പറഞ്ഞത്, നിങ്ങൾ വെറും ഒരു മനുഷ്യന്മാർ മാത്രമാണ്, ഞങ്ങളെപ്പോലെ തന്നെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന, ഞങ്ങളോടൊപ്പം ജീവിക്കുന്ന ഒരു മനുഷ്യർ മാത്രമല്ലേ നിങ്ങൾ? അല്ലാഹു തആല നിങ്ങൾ പറയുന്നത് പോലെ ഒരു വസ്തുവിൻ നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടില്ല, നിങ്ങളത് വെറും നുണ പറയുകയാണ്, നിങ്ങൾ വെറും കളവ് മാത്രം പറയുന്നവരാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. ആ സമയത്ത് പ്രവാചകന്മാർ അവരോട് പറഞ്ഞു, ഞങ്ങളെ അയച്ചത് ഞങ്ങളുടെ രക്ഷിതാവായ റഹ്മാനായ റബ്ബാണ്, ഞങ്ങളെ അയച്ചത് റബ്ബാണ്, ആ റബ്ബിനറിയാം ഞങ്ങളെ നിങ്ങളിലേക്ക് അയക്കപ്പെട്ടവർ മാത്രമാണ് എന്ന്. ഇനി ഞങ്ങൾ പറയുന്നത് മുഴുവനും നിങ്ങൾ സ്വീകരിക്കണം എന്ന നിർബന്ധ ബാധ്യതയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ബാധ്യത അല്ലാഹു തആല എന്ത് നിങ്ങളോട് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അത് നിങ്ങളിലേക്ക് എത്തിച്ചു തരിക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ബാധ്യത. അല്ലാതെ നിങ്ങളെ നിർബന്ധപൂർവം ഈ തൗഹീദിലേക്ക് കൊണ്ടുവരികയും ഈ സത്യമാർഗത്തിലേക്ക് നിർബന്ധപൂർവം നിങ്ങളെ എത്തിക്കുകയും ചെയ്യുക എന്നത് ഞങ്ങളുടെ ബാധ്യതയല്ല. വമാ അലൈനാ ഇല്ലൽ ബലാഉൽ മുബീൻ, സ്പഷ്ടമായ ഈ സന്ദേശം എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ബാധ്യത എന്ന് പ്രവാചകന്മാർ ആ സമൂഹത്തോട് പറഞ്ഞതായി പരിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് തന്നെയാണ് നമ്മുടെയും ബാധ്യത. നാം മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്, നമ്മുടെ രാജ്യത്ത് ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് ഹിസങ്ങളുണ്ട്, ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. മുസ്ലിം സമുദായത്തിൽ തന്നെ വിവിധങ്ങളായ കക്ഷികളുണ്ട്, അല്ലെ? നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സഹപാഠികൾ, നമ്മുടെ അയൽവക്കത്തുള്ളവർ, അങ്ങനെ വിവിധങ്ങളായ ആളുകൾ വിവിധ ആശയങ്ങളിലും വിവിധ ആദർശങ്ങളിലും വിശ്വസിക്കുന്നവരുണ്ട്. ഷിർക്ക് പോലും തൗഹീദാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ അയൽവക്കത്തുണ്ട്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ചിട്ടുള്ള സന്ദേശം, ഞാനും മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ഉത്തമമായത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് മരിച്ച ആളുകളെ കൊണ്ടുപോകുമ്പോൾ ചെല്ലാനുള്ളതും അല്ല, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് കുട്ടികളെ ഉറക്കുമ്പോൾ ചെല്ലാനുള്ള ഒരു വാചകമല്ല. മരിച്ച ആളുകളിലേക്ക് 70,000 ദിക്ർ ചൊല്ലിയിട്ടവരെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു വാചകമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് മഹത്തായ ഒരു ആദർശമാണ്. നമ്മുടെ ആരാധനകൾ മുഴുവനും അള്ളാഹുവിന് മാത്രമാകണം എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി ലോകത്ത് അള്ളാഹു അല്ലാതെ മറ്റൊരാളുമില്ല, എന്റെ ആരാധനകൾ മുഴുവനും ഞാൻ റഹ്മാനായ റബ്ബിന് മാത്രമേ സമർപ്പിക്കൂ എന്ന മഹത്തായ ഒരു ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിപരീതമായി അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുന്ന, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്ന, എന്തിനേറെ ഈ ലോകം പോലും നിയന്ത്രിക്കുന്നത് അള്ളാഹു അല്ല മറ്റു പല ഔലിയാക്കളും മറ്റു പല ശക്തികളുമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് ഈ സത്യസന്ദേശം പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ബാധ്യതയാണ് നമ്മിൽ അർപ്പിതമായിട്ടുള്ളത്. വമാ അലൈനാ ഇല്ലൽ ബലാഉൽ മുബീൻ, സ്പഷ്ടമായി നാം മനസ്സിലാക്കിയ ഈ തൗഹീദ്, ഈ സുന്നത്ത് നാം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ പഠിപ്പിക്കുക. അത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. അത് ഏതെങ്കിലും മുസ്ലിയാക്കന്മാരുടെയോ ഏതെങ്കിലും മൗലവിമാരുടെയോ ഏതെങ്കിലും മതപണ്ഡിതന്മാരുടെയോ മാത്രം ബാധ്യതയല്ല. പഠിച്ച ഓരോരുത്തരും, മനസ്സിലാക്കിയ ഓരോരുത്തരും ഈ തൗഹീദ് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെയാണെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് കാരണം പറയാം, അള്ളാഹുവേ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന്. അതിനു വേണ്ടിയുള്ളതാണ് സനാബിൽ, ഈ സത്യസന്ദേശം അവർക്ക് കൈമാറാൻ വേണ്ടിയിട്ടുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കിയ സത്യം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും ആ സത്യസന്ദേശത്തിലായി, ആ സത്യത്തിലായി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായി മരണം വരെ ജീവിക്കുവാനും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഈ ലോകത്തോട് വിട പറയുവാനും അള്ളാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളോടൊപ്പം സത്യവിശ്വാസികളോടൊപ്പം ഒത്തുചേരുവാൻ നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.